അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ കൂടെ ഇന്ന് രാവിലെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. 7 വർഷമായി ദിവ്യ ഇവിടെ വന്നിട്ട്. ദിവ്യ ഇന്ന് വരെ കാണാത്ത സ്ഥലങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പറമ്പ് വരെ കണ്ടിട്ട് അവള് ചോദിക്കുന്നുണ്ട് ഇത് ആരുടെ സ്ഥലമാണ്. അതെ അതെ അതെ, വേറെ ആംഗിളിൽ നോക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം നോക്കി, ഒരു നല്ല രസമുള്ളൊരു സ്റ്റെപ്പ്. അത് ഇറങ്ങി വരുന്നത് നേരെ ഒരു തോട്ടിലേക്കാണ് കേട്ടോ. പണ്ടൊക്കെ തോട്ടിലേക്ക് എന്തോരം ചാടിയിട്ടുണ്ട്. ഒരു പാടശേഖരത്തിൻ്റെ അടുത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഈ കണ്ടത്തിൻ്റെ കരയ്ക്ക് അവിടെയായിട്ടൊരു വീട്. ദിവ്യ നിന്നെപ്പോലെ ഒരു പോത്ത്. പറയണോ പിന്നെ എന്നാന്ന് പറയണ്ടേ? കുഞ്ഞു മീനുകൾ. അപ്പോൾ രാവിലെ ഇതുപോലെ സ്വന്തം വീടിൻ്റെ അടുത്തോടേക്കൊന്ന് നടക്കാനിടയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ആരോഗ്യം നന്നാവും, പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന് മുന്നേ ഇവിടെ വരാഞ്ഞിട്ടാണോ നിന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ കൊണ്ടുവന്നേക്കുന്നത്? അതല്ല, ഫ്രീക്വന്റ്ലി വരാറുണ്ടാവും. ഫ്രീക്വന്റ്ലി വരണ എന്തിനാ? ഫ്രണ്ട്സിന്റെ കൂടെയോ. നല്ല ഭംഗിയല്ലേ? ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും വന്നിട്ടില്ല. വരാൻ പറ്റിയ സ്ഥലമാണ്. ആ കിളി നോക്കിയാൽ തന്നെ കിളിയത് ലാൻഡ് ചെയ്തു, കാണാണ്ട് പോയി. ഈ തോട്ടിൽ ഇഷ്ടംപോലെ പരൽ മീനുകളുണ്ട്. പരൽ കാല് വെച്ച് കഴിഞ്ഞാൽ കാലിൽ ഫിഷ് മസാജിങ് കിട്ടും. അതുകൂട്ട് മീനാണ്. അതുകൂട്ട് മീനാണെന്ന് വെച്ചാൽ എല്ലാ മീനും തോട്ടിൽ കൊണ്ട് കാല് വെച്ച് കഴിഞ്ഞാൽ കാലേ വന്ന് കടിച്ചുകൊണ്ടിരിക്കില്ലേ. ഇനി നല്ല രസമുള്ളൊരു കുഞ്ഞ് പാലമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ. നമ്മൾ നടക്കാനിറങ്ങിയ സമയം കുറച്ച് ലേറ്റായിപ്പോയി. നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത കാര്യം എല്ലാവരും നമ്മൾ അറിയിച്ചതാണല്ലോ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ചെറിയ ക്ഷീണങ്ങൾ വരും, ഉറക്കം കൂടുതൽ ഉറങ്ങാൻ തുടങ്ങും. ബോഡിയൊക്കെ ഇത്ര നാളും ഒന്നും ചെയ്യാണ്ടിരുന്ന വീക്കായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി. എനിക്കിപ്പോൾ കൂടെ 2 സൈഡിലും പല്ലിന് വേദന. നിന്റെ വേദനയുടെ കാര്യങ്ങൾ പറഞ്ഞ് മടുത്തു. നിന്റെ തലയ്ക്ക് വേദന, പല്ലിന് വേദന, നടുവേദന, പെടല് വേദന, കാല് വേദന, എല്ലായിടത്തും വേദന. അപ്പോൾ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴത്തേക്ക് നല്ല സുഖമായി കിടന്ന് ഉറങ്ങാൻ പറ്റും. രാവിലെ എണീക്കുന്ന ഇച്ചിരി ക്ഷീണമൊക്കെ തോന്നും, ഇച്ചിരി ടയർഡൊക്കെ തോന്നും. അപ്പം മടി പിടിച്ച് നമ്മൾ ഇന്ന് കടന്നില്ല കേട്ടോ. കുറച്ച് ലേറ്റ് ആയെങ്കിലും വെയിൽ വന്നെങ്കിലും നമ്മൾ വീണ്ടും നടക്കാനായിട്ട് ഇറങ്ങിക്കോണം. അയ്യടാ, കൂർക്കം വലിച്ച് ഉറങ്ങണ ആളാ. എന്നിട്ട് പറയും ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഇന്നലെ കൊച്ചു കരഞ്ഞ അറിഞ്ഞ രാത്രി. ഓ രാവിലെ എണീറ്റേ? അപ്പോൾ ഇന്ന് നമ്മൾ മടി വിചാരിച്ചില്ല. കുറച്ച് ദൂരം നടക്കാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. നടന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് ആ മടി ക്ഷീണമൊക്കെ അങ്ങ് മാറി. കൊക്കൊക്കെ പറന്നു പോകണുണ്ടോ ദിവ്യ? നിന്റെ ഇരട്ടപ്പേരാണോ കൊക്കുന്ന്? എന്തോ ഒരു മീനുകളാ പോണേ നോക്കി. എന്തോരം മീനുകളാ. ഈ വാലുമാക്രി ഇപ്പൊ കാണാനേ ഇല്ല അല്ലേ? പണ്ടിങ്ങനെ മാല പോലെ ഇങ്ങനെ കിടക്കില്ലായിരുന്നു വെള്ളത്തിൽ. അത് ഓടി ഒന്ന് ഒറ്റ പ്രാവശ്യം നോക്കുമ്പോൾ കിട്ടണമെന്നല്ലേ. ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഭൂതക്കണ്ണാടി വെച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങണം, വീട്ടിൽ തന്നെ ഇരിക്കാൻ. മഴക്കാലത്തും ഇല്ല ഇപ്പൊ അങ്ങനെ കാണാനില്ല അവസാനം. അപ്പോൾ നമ്മുടെ ഇത്ര നടന്നപ്പോഴത്തേക്കും വീണ്ടും നടക്കാനുള്ളൊരു പ്രചോദനം കിട്ടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നടക്കുക. നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ മടികളൊക്കെ തോന്നും വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും. ഈ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഓടിപ്പോയിട്ട് ഞാൻ കിടക്കുന്നതായിരിക്കും. നമ്മൾ കുറേ ദൂരം പോകുന്നു. ഇനി അത്രേ ഓടിയാലേ വീട്ടിൽ ചെല്ലുള്ളൂ. നല്ല വെയിലും ആകുന്നുണ്ട്. തിരിച്ചൊരു ടാക്സി വിളിച്ചു പോയാലോ? ടാക്സി വിളിക്കുന്നു. ഞാൻ വിളിച്ചോണ്ടിരാ, നീ ഇവിടെ നിൽക്കട്ടോ. കണ്ടല്ലേ കൂട്ടുകാരൻ്റെ വീട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. രാവിലെ ഒരു അബദ്ധം പറ്റിയില്ല, ഞങ്ങൾ നടക്കാനിറങ്ങി, ഇപ്പൊ തിരിച്ചു പോകാൻ വയ്യുന്നു. അതെ. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഇതുപോലെ കൊച്ചു വിശേഷങ്ങളാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.